ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ല വിശേഷം? അങ്ങനെ എൻ്റെ വിശേഷം എന്താന്ന് പറഞ്ഞാൽ ഫുൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഒമാൻ വിട്ട് നാട്ടിലോട്ട് പോകല. പുതിയതായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവർ കുറേ കുറേ പുതിയ ഫോളോവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നേ. എന്താ സംഭവം എന്ന് മനസ്സിലാവായിട്ട് എന്താണ് ഒഴിവാക്കി പോകലാന്നോ എപ്പോഴത്തേക്കായിട്ട് പോകലാന്നോ എന്നെല്ലാം ചോദിച്ചിന്. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. പിന്നെ അത് തന്നെ പറയാം, നമ്മൾ സാധാരണ എപ്പോഴും വെക്കേഷൻ നാട്ടിൽ പോകുന്നതാണ് ഇങ്ങനെ കാണല്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുട്ടികളെ നാട്ടിലോട്ട് സ്കൂളിൽ ചേർക്കലാണ്. ഒരു വർഷത്തേക്ക് ആണെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ പ്ലാനിങ്. പക്ഷേ അത് ചിലപ്പോൾ 2 വർഷമാവും. ഇപ്പോൾ 1-2 വർഷം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സെറ്റിലായിട്ടുണ്ടെങ്കിൽ പക്ഷെ തിരിച്ച് വരാണ്ടിരിക്കാൻ അങ്ങനെ പ്ലാനില്ല. 1 വർഷം ഇൻഷാ അല്ലാ അങ്ങനെ. പിന്നെ 1-2 വർഷം നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല കേട്ടോ. പിന്നെ നമ്മളെന്തോ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നും അല്ലല്ലോ. എല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാം ഈസിയല്ലേ. അങ്ങനെ അപ്പോൾ എൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വ്ളോഗിലെല്ലാം ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ലേ നല്ലോ സ്ട്രെസ്സാവുന്നു, ഒന്നും പറ്റുന്നില്ല എന്നെല്ലാം. പക്ഷെങ്കിൽ ഇപ്പം ഇതാ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ മൊത്തം പിന്നെ സാധാരണ വെക്കേഷന് പോകുന്ന പോലെ അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സ്ട്രെസ്സായിനേനു. പിന്നെ അത്യാവശ്യമുള്ള എല്ലാം എടുക്കണം. നമ്മൾ 2 മാസത്തേക്ക് പോയി വരുന്ന പോലെ അല്ലല്ലോ. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇടുന്ന എടുക്കാൻ എന്തെങ്കിലും വിട്ടുപോയാലും നാട്ടിൽ വാങ്ങാൻ കിട്ടാത്തൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സമാധാനിച്ച് നിന്ന് അങ്ങനെ പാക്കിങ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാ. ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസം നോക്കിയാൽ എല്ലാം സെറ്റായി അൽഹംദുലില്ലാ. എനിക്ക് ഇങ്ങനെ വന്നിരുന്ന് വർത്തമാനം പറയാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഇല്ലേ, ഞാൻ നിങ്ങളോട് ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേനാ, അല്ലോ എനിക്കൊന്നും കഴിയുന്നില്ല, ഞാൻ ഓക്കെ അല്ല എന്നെല്ലാം. ശരിക്കും ഞാൻ ഈ 2-3 ദിവസമില്ലേ അല്ലാ ടെൻഷൻ അടിച്ചിട്ടില്ലേ. ഒന്നാമത് നമ്മൾ കുറേ കാലത്തേക്ക് പോകുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടെൻഷൻ. അല്ലെങ്കിൽ ആ മതി, എന്തെങ്കിലും സാധനം വിട്ടുപോയ സാരിയില്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കല്ലേ, ഒരു 2 മാസത്തേക്കല്ലേ എല്ലാം വിചാരിക്കില്ല. പക്ഷെ ഇപ്പം എല്ലാം എടുക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് എന്തല്ലോ. പക്ഷെ എന്നാലും എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. പിന്നെ നിങ്ങളെ കമൻസ് എല്ലാം ഞാൻ കണ്ടിന്, വായിച്ചിനെല്ലാം. പക്ഷേ റിപ്ലൈ ആക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇൻഷാ അല്ലാ ഞാൻ റിപ്ലൈ ആക്കാൻ പറ്റുമെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ പെരുന്നാളായി, അത് കഴിഞ്ഞിട്ടും നമ്മൾ വേറൊരു സ്ഥലത്താണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നാട്ടിൽ പോലായി. നാളെ പെരുന്നാൾ, നാട്ടിൽ മറ്റന്നാൾ വ്യാഴാഴ്ചയല്ലേ പെരുന്നാൾ, ഇവിടെ ബുധനാഴ്ച പെരുന്നാൾ. പിന്നെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുക. എന്നിട്ട് വെള്ളിയാഴ്ചയാണ് നമ്മൾ നാട്ടിൽ പോകാൻ പോകുന്നത് ഇൻഷാ അല്ലാ. പിന്നെ വെള്ളിയാഴ്ച രാത്രിക്ക് നമ്മൾ സ്റ്റേക്കേഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടിന്. ഫ്രീ ആയിട്ട് എല്ലാ പണികളെല്ലാം ചെയ്ത് ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ആങ്സൈറ്റി ആണെന്നെല്ലാം പറഞ്ഞേരം എല്ലാ പണിയെല്ലാം ചെയ്ത് സ്റ്റേക്കേഷൻ അങ്ങ് ക്യാൻസൽ ചെയ്തുകൂടെ എന്നെല്ലാം. സത്യം പറഞ്ഞാലില്ലേ, നമുക്ക് ഇവിടുത്തെ പെരുന്നാൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ്. കുറച്ച് തിരക്കുകളെല്ലാം ഉണ്ടേനു, അത് വേറൊരു കാരണം നമ്മൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചേനു, പക്ഷെ അത് നടന്നിട്ടില്ല. എനിക്കും ഈടുന്ന് ചെയ്ത് തീർക്കേണ്ട കുറച്ച് വർക്ക് ഉണ്ടേനു, ഇക്കാക്കും കുറച്ച് തിരക്കുള്ള സമയം തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയൊരു സമയത്തല്ലേനു. അതുകൊണ്ടും പിന്നെ നമുക്ക് ഇവിടുത്തെ പെരുന്നാൾ നല്ല ഇഷ്ടമായതുകൊണ്ടും, അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുന്നേ നമുക്ക് പോവാം, പിന്നെ നമ്മൾ വിചാരിച്ച് ഇവിടുത്തെ പെരുന്നാളും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കെല്ലാം ഫ്രീ ആയിനേനു. പക്ഷെങ്കിലില്ലേ, നമുക്ക് ഇവിടുത്തെ പെരുന്നാൾ ഭയങ്കര ഇഷ്ടമെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, നാട്ടിൽ പെരുന്നാൾ വേഗം തീർന്നു പോകും. വേറെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. നാട്ടിലിപ്പോൾ രാവിലെ പള്ളിക്ക് നിന്നെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ എന്തല്ലോ പോലെ. പിന്നെ നമ്മൾ ചിലപ്പോൾ എല്ലാം അധികം പോലുണ്ട്, നമ്മൾ ഉപ്പാൻ്റെ ഫാമിലിയിൽ പോവും, പിന്നെ ഉമ്മാൻ്റെ ഫാമിലി, അങ്ങനെ ഫാമിലി വിസിറ്റെല്ലാം ചെയ്യും. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഉണ്ടാവാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാ പ്രാവശ്യവും വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ പെരുന്നാളിനൊന്നും ഫുഡ് ആക്കൂല, എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കും. എന്നിട്ട് സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് രാവിലെ പള്ളിക്ക് നിന്ന് ഇറങ്ങി, ഇവിടെ 6 മണിക്ക് പള്ളി ഉണ്ടാവും, പള്ളിക്ക് നിന്ന് ഇറങ്ങി ആ സ്വീറ്റും കഴിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പോവുക ചെയ്യുക. അന്നേരം എന്നോട് കുറച്ച് ആളെങ്കിലും പറയലുണ്ട്, ഫുഡെല്ലാം ആക്കിക്കൂടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ, എന്തിനാ പുറത്തുനിന്ന് കഴിക്കുന്നതെന്നെല്ലാം. പക്ഷേങ്കിൽ നമ്മൾ പെരുന്നാൾ ഫാമിലി വിസിറ്റ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര രസമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് സ്റ്റേ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് സ്റ്റേ ആക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ലീവ് ഉണ്ടാവുക അങ്ങനെ ഉള്ള ആൾക്കാരല്ല. നമ്മൾ 2 പെരുന്നാളിന് മാത്രമാണ് ഒരുമിച്ച് എല്ലാവരും സ്റ്റേ ആക്കുക. എന്താ പറയുക, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാവുന്ന സമയം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് പോവും, അങ്ങനെയല്ലേ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് മിസ്സാക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടില്ല, അല്ലെ നമുക്കിത് മിസ് ചെയ്തിട്ട് നിൽക്കേനു. പക്ഷെ അതാണ് മിസ്സാക്കാൻ തോന്നാണ്ടുള്ള കാരണം.
പിന്നെ ആണെങ്കിൽ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്നതും 2 ദിവസം കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവും അങ്ങനെയല്ലേ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, ഇങ്ങക്ക് ഇവിടെ മിസ് ചെയ്യും എന്നുള്ള കുറേ കമൻസ് കണ്ടിടണം. ഇൻഷാല്ല ഞാൻ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമായിരിക്കും. പിന്നെ ഈ റൂം ഒഴിവാകുന്നില്ല. റൂം ഒഴിവാവോ, ഇക്ക എൻ്റെ കൂടെ ഇപ്പം നാട്ടിൽ വരുന്നുണ്ട്. പക്ഷേ ഇക്ക ഒരു 2 ആഴ്ച മാത്രമേ ഉണ്ടാവൂ. എന്നിട്ട് ഇക്ക ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. പിന്നെ ഈ റൂം എന്തായാലും നമ്മൾ ഒഴിവാകുന്നില്ല. സാധാരണ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മളെ റൂം ഒഴിവാകലില്ല. കാരണം ഇക്ക ഇവിടെ താമസിക്കലുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ എന്തേനു പറയാനുള്ളത്, ഞാനിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷം. ഫ്രീ ആയിട്ട് ഒരു ദിവസം ഉണ്ട്. പിന്നെ ഇന്നൊക്കെ ഇന്ന് ഇപ്പം എനിക്ക് നാളെ പെരുന്നാളാണെന്നുള്ള ബോധം വന്നേ. പിന്നെ എൻ്റെ ഡ്രസ്സ് ഇനിയും കിട്ടിയിട്ടില്ല. ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ വീഡിയോ ചെയ്യാട്ടാ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, നമുക്കെന്തോ പിന്നെ നിങ്ങൾക്ക് റൂമെല്ലാം മിസ് ചെയ്യും എന്നുള്ള കാര്യം, എനിക്കും ഈ റൂമും സാധനങ്ങളും എല്ലാം മിസ് ചെയ്യും. പക്ഷെ ഞാനങ്ങനെ ഇപ്പം മൈൻഡിൽ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട്, എന്താ പറയുക, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാം ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഫ്ലൈറ്റിൽ അങ്ങ് കയറി കഴിഞ്ഞാലില്ലേ, ഇവിടെ എത്തിയാൽ എൻ്റെ ആ ടെൻഷനെല്ലാം അങ്ങ് മറന്നു പോകും. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇടുന്നൊരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതങ്ങ് പോകും. പിന്നെ എൻ്റെ ഒക്കെ ഇക്ക വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അല്ലാണ്ട് ഇക്ക വരാണ്ടിരിക്കുമ്പോൾ ഇക്ക 2 ആഴ്ചത്തേക്കെങ്കിലും വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാവുന്നു. പിന്നെ ഇപ്പം ആ റൂം മിസ് ആവൂലേ, അങ്ങനെ ഇങ്ങനെയുള്ള സംഭവം ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാനങ്ങ് മറക്കും. ഞങ്ങൾക്ക് അങ്ങനെയാണ്, എല്ലാ സങ്കടങ്ങളും അങ്ങനെ മറക്കുന്നല്ലേ. പക്ഷെങ്കിൽ നാട്ടിൽ പോകുന്നതും അത് ശീലമായോണ്ടായിരിക്കും. ഫസ്റ്റിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേരില്ലേ, എനിക്ക് 1 ആഴ്ച ടെൻഷൻ ഉണ്ടായിരുന്നു. സത്യം അല്ലാണ്ട് എനിക്ക് 1 ആഴ്ച ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ നാട്ടിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ സങ്കടം വരലും അങ്ങനെയല്ലേനു പണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അത് നമ്മൾ മനുഷ്യന്മാർ അങ്ങനെയാണ്, വേഗം എല്ലായിടമായിട്ട് സെറ്റിലാവില്ലേ. അതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എയർപോർട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് സങ്കടം കഴിഞ്ഞ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെ അങ്ങ് ഞാൻ മറക്കും. പിന്നെ അപ്പോൾ അത്രയല്ലേ ഉള്ളൂ പറയാൻ. വേറൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഒഴിവാക്കുന്നതിൻ്റെ കാര്യം കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും പേജ് എന്നെ ഗിവ് അവേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പം എന്നെ സെലക്ട് ആക്കും, അപ്പം എന്നെ ഗിവ് അവേ എടുക്കും. യൂട്യൂബിൽ ഗിവ് അവേ ചെയ്യുക ഡ്രസ്സിൻ്റെ എല്ലാം. അങ്ങനെ ഞങ്ങൾക്ക് ഫ്രഷ് പുതിയ ഡ്രസ്സസ് എല്ലാം തന്നെ ഞാൻ ഗിവ് അവേ ആയിട്ട് തരാൻ നോക്കാം കേട്ടോ. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 2-3 ആൾക്ക് ഞാൻ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്താക്ക് റിപ്ലൈ കൊടുത്തിട്ട് ഡ്രസ്സ് വാങ്ങാനുള്ള ക്യാഷ് അയച്ചു കൊടുത്തിട്ട്. പക്ഷെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് ആരും ഇനി മെസ്സേജ് അയക്കറ്. കാരണം നമുക്ക് എല്ലാവർക്കും ഞാനങ്ങനെ അഹങ്കാരം പറയുന്നു, മെസ്സേജ് അയക്കരുതെന്ന് ദേഷ്യമായിട്ട് പറയുന്ന ഒന്നുമല്ല. കാരണം നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ 2-3 ആൾക്ക് ചെയ്ത്, പിന്നെ ഞാൻ ഈ പെരുന്നാളിന് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ടായിന്. അത് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് ഒരാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ക്യാഷ് അയച്ചു കൊടുക്കണമെന്ന് തോന്നുമ്പോൾ എനിക്ക് ക്യാഷ് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. എനിക്ക് പറയുമ്പോൾ സങ്കടം തോന്നും. കാരണം എനിക്കറിയും നല്ലൊരു ഡ്രസ്സ് വാങ്ങാൻ ക്യാഷ് ഇല്ലാണ്ട് നിൽക്കുമ്പോഴുള്ള അവസ്ഥ എനിക്കറിയും. അത് നല്ലോണം എനിക്ക് ഫീലാവും. ആ സിറ്റുവേഷൻ എനിക്ക് അറിയായിട്ടൊന്നുമല്ല. പക്ഷെങ്കിൽ എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ആവശ്യമുള്ളവർ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒമാനിലുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്കൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പം എനിക്ക് ഈ കാരണങ്ങൾ കൊണ്ടാണ്. എനിക്ക് കൂടുതൽ പറഞ്ഞാൽ എനിക്ക് എന്തെല്ലോ പറയാനുണ്ടാവും. പിന്നെ എനിക്കാണെങ്കിൽ കരച്ചിലും വരും. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നേരെ പോയിന് ലുലുവിലേക്കാ. എനിക്ക് മൈലാഞ്ചി വേണേനു. പിന്നെ ഇത് ഇക്കാൻ്റെ വീട്ടിലേക്ക് 2 ഫ്രൈയിങ് പാനാണ്. ഇക്കാൻ്റെ എൻ്റെ ഉമ്മാനോട് ചോദിച്ചാൽ ഒരു വലിയ ബിരിയാണി പോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. വേറെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇക്കാൻ്റെ ഉമ്മ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ചോദിച്ചു തരാം. ഇക്കാൻ്റെ ഉമ്മ പറഞ്ഞ് 2 ഫ്രൈയിങ് പാന് മാത്രം മതി എന്ന് പറഞ്ഞ്. എന്നിട്ട് അത് വാങ്ങാൻ ലാസ്റ്റാണ് വന്നത്.
പിന്നെ കാര്യമായിട്ട് വേറെ ഒന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. നമ്മളെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുപോയിന്. പിന്നെ നമ്മളെ സാധനങ്ങൾ തന്നെ. പിന്നെ അങ്ങനെ ലുലുന്ന് വന്ന് മെയിലാഞ്ചി ഇട്ട് ഞാൻ സ്റ്റെൻസിൽ വാങ്ങീന്. ഇടാനൊന്നും എന്തായാലും സമയം ഉണ്ടാവില്ല എന്നറിയാം. ഈ സ്റ്റെൻസിൽ ഇടാൻ തന്നെ എനിക്ക് സമയം കുറവേനു. കാരണം പെട്ടെന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിന്. സമയം വേറെ പണികളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഉറങ്ങണം എന്ന് വിചാരിച്ചിന്. കാര്യം നാളെ രാവിലെ എണീക്കണ്ടേ അല്ലേ. അങ്ങനെ ഇവരെ രണ്ടാളെയും ഇങ്ങനെ മെയിലാഞ്ചിയിലിട്ട് സെറ്റിലാക്കി. പിന്നെ ഈ മെയിലാഞ്ചി മറ്റേ പെട്ടെന്ന് കളറാവുന്ന മെയിലാഞ്ചി ഇല്ലേ, അതുകൊണ്ട് പിന്നെ ഉണങ്ങാനുള്ള സമയമൊന്നും കാത്തിക്കണ്ട. അവരെ കൈയെല്ലാം ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ഉറക്കാൻ വേണ്ടി കിടത്തിയത്. ഇനിയിപ്പോൾ ഇതാ മെയിലാഞ്ചി ഇട്ട കുറച്ച് വേസ്റ്റെല്ലാം ക്ലീൻ ആക്കാനുണ്ട്. എനിക്കത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് പോകണമെന്ന് നിർബന്ധേനു. പിന്നെ ആദ്യമേ കുറച്ച് ദിവസം മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടും പിന്നെ ഞാൻ റെസ്റ്റ് ഇല്ലാണ്ട് ക്ലീൻ ആക്കിയതുകൊണ്ടും മൊത്തത്തിൽ ഓക്കെ ആയിനെ. എനിക്കൊന്നും മനസ്സിൽ ബാക്കി വെച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അൽഹംദുലില്ലാ ഉണ്ടായിട്ടില്ല. എന്താ പറയുക, ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച സംഭവങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടേനു. പിന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ ബാക്കി എനിക്ക് കുറച്ച് പ്രമോഷൻ വർക്ക് ഉണ്ടായിരുന്നു ഇവിടുന്ന് ചെയ്യേണ്ടത്. അത് കുറച്ച് ചെയ്ത് തീർത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ആ ടൈം തെറ്റാട്ടാ. സമയം ഇതിപ്പോൾ നല്ല ലേറ്റായി. അങ്ങനെ മൊത്തം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ്, കാരണം നാളെ രാവിലെ എണീച്ചിട്ട് നമ്മൾ പോകലാം. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത പൊടി എന്തായാലും പിടിക്കും. തിരിച്ച് വരും, 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ പൊടി പിടിക്കും. പക്ഷേ എനിക്ക് ഞാൻ വേണ്ട രീതിയിലൊന്ന് ക്ലീനാക്കി എല്ലാം എടുത്ത് വെച്ചാൽ എൻ്റെ മനസ്സിനൊരു സമാധാനം. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ ഈ റൂമെല്ലാം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ആ സമയത്ത് വ്ളോഗെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ കാണാം. എനിക്ക് മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മിസ് ചെയ്യും. ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിലെ സാധനങ്ങളെല്ലാം എടുത്ത് ഉള്ളിൽ വെക്കണം എന്ന് എനിക്ക് തോന്നീന്. പിന്നെ ആ ഒരു ബയോട്ടിൻ ലഡുവെല്ലാം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിന് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച് മതി, ഇക്ക വന്നിട്ട് ചായ എല്ലാം ഉണ്ടാക്കും, അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. ഇക്ക ചായ ഉണ്ടാക്കുമായിരിക്കും, വേറൊന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ല കിച്ചണിൽ നിന്ന്. അതുകൊണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിലെ സാധനങ്ങളൊന്നും ഞാൻ ഉള്ളിലെടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ 2 മാസത്തേക്ക് വെക്കേഷന് പോകുമ്പോൾ അതെല്ലാം എടുത്തിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ വെക്കും. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. വേണമെങ്കിൽ ഇക്ക തിരേ കിച്ചൺ യൂസ് ആക്കുന്നില്ലെങ്കിൽ ഞാൻ ആ എയർ ഫ്രയറും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എടുത്ത് ഉള്ളിൽ വെക്കാൻ പറയും. പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് പോകല. എന്തായാലും എവിടെ വെച്ചാലും മൊത്തത്തിൽ വൃത്തികേടാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളെ സമാധാനത്തിന് വേണ്ടി നമ്മൾ വേണ്ടുന്ന പോലെ വെച്ചിട്ട് പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടി ഇരുന്ന് ഇത് ഒരു 10 മിനിറ്റ് ഈ സ്റ്റെൻസിൽ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് റിമൂവ് ആക്കാവും. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ക്ഷമയും സമയമൊന്നുമില്ല. കുറച്ചെങ്കിലും ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചിനേനേ. നാളെ രാവിലെ പെരുന്നാളാണ്. അപ്പോൾ പിന്നെ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ കുറച്ച് ലേറ്റ് ആവും എന്തായാലും. അങ്ങനെ ഇതാ എൻ്റെ മൈലാഞ്ചി ഇടലെല്ലാം കഴിഞ്ഞ് ഈ നാളെ രാവിലെ കാണാം. ഇതിപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ പെരുന്നാളിൻ്റെ അന്നാണ്. നമ്മളെ ഡ്രസ്സ് ഈ തലേ ദിവസം രാത്രിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രസ്സ്. ഇതിൻ്റെ മെറ്റീരിയൽ വാങ്ങി അടിക്കാൻ കൊടുക്കുന്നതെല്ലാം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ട്. പിന്നെ ഇതില്ലേ, ഞാൻ തെമൂന്ന് വാങ്ങിയ ഹെയർ ആക്സസറിയാണ്. ഈ തെമൂന്ന് വാങ്ങിയ സാധനം അൺബോക്സ് ചെയ്യുന്നതെല്ലാം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിന്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ചാംസ് വരുന്നുണ്ട് കുറച്ചെണ്ണത്തിൽ. ആ ഹെയർ ആക്സസറീസിൽ കുറച്ചെണ്ണത്തിൽ ഇങ്ങനെ ചാംസ് വരുന്നുണ്ട്. അത് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ചാംസ് ഇല്ലാത്തതും ഉണ്ട്. തെമൂലെ ഹെയർ ആക്സസറീസ് വെള്ളം നനഞ്ഞാൽ കളറ് ഫെയ്ഡാവും. പക്ഷെ നമ്മൾ ചെറിയ എമൗണ്ട് കൊടുക്കുന്നില്ല. അപ്പം അതിന് വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കുന്നത് നമ്മളെ തെറ്റാണ്. അത്രേ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കാവൂ. ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ വെള്ളമൊന്നും നനയാണ്ട് നോക്കിയാൽ കുറച്ച് കാലം കൂടി കളറെത്തും. അങ്ങനെ ഞാൻ ആലൂനും ഇന്നൂനും സെയിം ഹെയർ സ്റ്റൈലാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇക്ക പള്ളിയിലെല്ലാം പോയി വന്നതാ. രാവിലെ 6 മണി 6:15 ആ ഒരു ടൈമിൽ ഇക്ക പള്ളിയിൽ പോയിട്ടുണ്ടായിന്. എന്നിട്ട് ഇതിപ്പോൾ സമയം ഒരു 8 മണി ആ ഒരു ടൈമാണ്. നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. നമ്മളെല്ലാവരും കൂടി ഒരു വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് ഇങ്ങനെ എല്ലാം മാറ്റി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റി റെഡി ആയിന്. കാരണം നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു സമാധാനത്തിലൊന്ന് ഇറങ്ങണമെന്നുണ്ടേനു. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. രസമില്ലേ, എനിക്ക് അറിയാണ്ട് ചെയ്തതാ. ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ഞാൻ സെലക്ട് ചെയ്തതാ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഓവർ ആവാണ്ട് എനിക്ക് കിട്ടീന്. പിന്നെന്നാ ഇനിയിപ്പോൾ ഇതാ ഇന്നും ആലുമില്ലേ അവരെ പ്ലാന്റ്സ് ഇല്ലേ, ഇതിൽ ബത്തക്ക ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഈത്തപ്പഴം ഉണ്ട്, തക്കാളി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവർ വിചാരിച്ചിന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേനും ഇവർ ഇത്
നട്ടണ്. ഇവർ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന രണ്ടാളും വിചാരിച്ചിന്. രണ്ടാൾക്കും ഭയങ്കര സങ്കടം ഉണങ്ങിപ്പോകുന്നുള്ളതിൽ. എന്നിട്ട് അതിൽ വെള്ളം ഡ്രോപ്പായിട്ട് പോകാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ച് നിന്നു. എനിക്കറിയൂല എന്തിനാ ചെയ്തിനെന്ന്. എന്തായാലും ഇക്ക തിരിച്ചു പോകുമ്പോഴത്തേക്ക് തന്നെ അതെല്ലാം ഉണങ്ങിപ്പോവും. പിന്നെ ഞാൻ എൻ്റെ കിച്ചണിനോടെല്ലാം ടാറ്റ പറയലാം. ഇതിൻ്റെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഉള്ളിലുള്ള പാത്രമെല്ലാം അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ചായ ആക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചേനെ. പിന്നെ ഞാൻ വേറെ പാത്രത്തിൽ ചായ ആക്കി. അങ്ങനെ അതും കൂടി എടുത്ത് ഉള്ളിൽ വെച്ച്. ഞാൻ എൻ്റെ കിച്ചണിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല കാര്യമായിട്ട്. എന്നാ എടുത്തതെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിന്. 2-3 പാത്രങ്ങളെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വന്നാൽ കാണാം. ഇങ്ങക്കും ഇനി വന്നാൽ എൻ്റെ റൂമെല്ലാം കാണാം. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര സങ്കടം വരുന്നെല്ലാം വിചാരിച്ചിന്. പക്ഷെ മനസ്സിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാര്യം പെരുന്നാൾ ദിവസമല്ലേ, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ലഗേജെല്ലാം തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ലഗേജെല്ലാം വണ്ടിയിലെടുത്ത് വെച്ചിന്. കാര്യം എല്ലാം ഒന്ന് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി. അങ്ങനെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ ബിൽഡിങ്. അങ്ങനെ നിങ്ങൾ കുറേ ആളെ കമൻസ് എല്ലാം കണ്ടിന്. എനിക്ക് മിസ് ചെയ്യുമെന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. പിന്നെ നാട്ടിൽ പോയാൽ നാട്ടിൽ എന്താ പറയുക വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ കാരണം പുതിയ ഫോളോവേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് നാട്ടിൽ വീട് എടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീട്ടിൽ കൂടലെല്ലാം നമ്മളെ പണിയെല്ലാം തീർത്ത് വീട്ടിൽ കൂടണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പുറത്തേക്ക് നമ്മളിനിയിപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി നമ്മളെ ഫാമിലി എല്ലാവർക്കും കൂടി ഇക്കാൻ്റെ ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും കൂടി നമ്മൾ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും സെപ്പറേറ്റ് വണ്ടിയില്ല കേട്ടോ പോകുന്നത്. അങ്ങനെ ജബൽ അക്തറിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പോകുന്നതിന് മുന്നേ കുട്ടികൾക്ക് നമുക്ക് സ്നാക്ക് ഉണ്ടേനു. ഞാൻ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചിന്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്നാക്ക് വാങ്ങിയതാണ്, ഫത്താർ വാങ്ങിയതാണ്. അപ്പോൾ അവരതെല്ലാം കഴിച്ച് നമ്മൾ ജ്യൂസ് വാങ്ങിന്. എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് മിസ് ചെയ്യുന്നുള്ള കാര്യം ഇവിടുത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് എനിക്ക് എന്തായാലും മിസ് ചെയ്യും. ഇവിടുത്തെ ചില റെസ്റ്റോറൻറ്റ്സിലെ പാകിസ്ഥാനി ഫുഡ് എനിക്ക് മിസ് ചെയ്യും. പിന്നെ ഇവിടുത്തെ മിഷ്കാക്കിലെ നമ്മളെ ഒമാനിലെ ബാർബിക്യൂ ഈ സ്ട്രീറ്റിൽ വെച്ച് വെക്കുന്നത് അതെനിക്ക് മിസ് ചെയ്യും. പിന്നെ ഇത് മിസ് ചെയ്യും. അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് എനിക്ക് എന്തായാലും മിസ് ചെയ്യും. പിന്നെ എനിക്ക് അതാ ചിലപ്പോൾ മിസ്സിങ് ആയിട്ട് തോന്നൽ. അങ്ങനെ ഓർമ്മിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മിസ് ചെയ്യാൻ നമുക്കുണ്ട്. അങ്ങനെ നമ്മളിതാ പിന്നെ ജബൽ അക്തറിലേക്ക് നമ്മളെ റൂമിൽ നിന്ന് 3 മണിക്കൂറുണ്ട്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലെത്തി. എല്ലാവരും റൂമിലേക്ക് പോയി. നമ്മൾ ഉച്ച 2 മണി ആ ഒരു ടൈം ആയതിനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ. കാര്യം റൂമിൽ നിന്ന് കുറച്ചധികം ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എയർപോർട്ടിൽ പോകാനും കുറച്ച് ഈസിയാണ്. ഇവിടുന്ന് 1 മണിക്കൂറേ നമുക്ക് എയർപോർട്ടിലേക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോകാണ്ട് ഇവിടുന്ന് തന്നെ എയർപോർട്ടിലേക്ക് പോകാമെന്നും തീരുമാനിച്ചിന്. പിന്നെ നമ്മൾ റൂമിൽ വന്നപാടെ ഒരു ഫിറ്റ് ചെക്ക് പോലെ ഒരു റീൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടേനു. കുറേ ആൾക്ക് ആ റീൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിന്. നമ്മൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിന് എടുത്തിന് എന്നെല്ലാം ചോദിച്ചിട്ടേനു. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കുന്ന എല്ലാം കാണിച്ചിന് കേട്ടോ. പിന്നീട് ഇതാ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ ജബൽ അക്തർ വരാൻ തന്നെ കാരണം ഒമാനിൽ ഇപ്പം നല്ല ചൂടല്ലേ, നല്ല ചൂടാണ്. പക്ഷേ ഇവിടെ നമുക്ക് നോർമൽ ക്ലൈമറ്റേന് നമുക്കങ്ങനെ ചൂട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. രാത്രിയിൽ നല്ല തണുപ്പേനു, ഉച്ചക്കായാലും നമുക്ക് ചൂടില്ലേനു. അതുകൊണ്ട് ഭയങ്കര നല്ല തീരുമാനമായിപ്പോയി നമ്മൾ ജബൽ അക്തറിൽ റൂം എടുത്തത്. അപ്പം ചൂടെല്ലാം വരുന്ന പെരുന്നാളിന് ഇതേപോലെ ഏതെങ്കിലും ജബലിലെല്ലാം റൂം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മളെ മൈലാഞ്ചിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പക്ഷേങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം. പിന്നെ ഈ റിസോർട്ടിൽ വലിയ ഏരിയ ഒന്നും ഇല്ലെങ്കിലും വലിയ ഏരിയ ഒന്നുമല്ല, പക്ഷേങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസ്പോട്ടെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ആടുന്നെല്ലാം ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ വൈകുന്നേരം വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസം പിന്നെ പെരുന്നാളിൻ്റെ ദിവസം എല്ലാം ഭയങ്കര രസമായിരുന്നു. കുറേ ഗെയിംസും കാര്യങ്ങളെല്ലാം ആയിട്ട്. പക്ഷെ ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെ അതൊന്നും ഞാൻ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യലില്ല. നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേങ്കിൽ ഞാൻ പിന്നെ പിറ്റേന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇന്നലെ നമ്മൾ ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിനെ. പിന്നെ പിറ്റേ ദിവസം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ എണീച്ചോളും, അല്ലെങ്കിൽ കുറേ സമയം കിടന്നുറങ്ങുക. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ എപ്പം ഇങ്ങനെ സ്റ്റേക്കേഷന് വന്നാലും കുറേ സമയം റൂമിൽ കിടന്നുറങ്ങുക അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാവരും എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവൽ. കുറേ ഗെയിംസ് ഉണ്ടാവും. പിന്നെ
എന്താ പറയുക അങ്ങനെ ഭയങ്കര രസമാണ്. പക്ഷെ എനിക്കത് എപ്പോഴും എല്ലാം കൂടി ആ ഒരു വൈബ് എനിക്ക് വ്ളോഗിൽ കൊണ്ടുവരാൻ പറ്റലില്ല. കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ലേ, അതുകൊണ്ടാണ്. പിന്നെ വേറെന്താ, പിന്നെ ഇന്ന് നമുക്കൊരു ജെൻഡർ റിവീലുണ്ട്. നമ്മളൊരു ചെറിയ പരിപാടി പോലെ സെറ്റപ്പ് ചെയ്തിന്, കേക്കെല്ലാം വാങ്ങിയിട്ട്. പിന്നെ ഇത് പിങ്ക് കളറ് സെറ്റ് ചെയ്യലാം. ഒരു സിമ്പിൾ വേയിൽ ഇങ്ങനെ റിവീൽ ചെയ്യാൻ നമ്മൾ വിചാരിച്ചിന്. പിന്നെ ഇങ്ങനെ വോട്ടിംഗ് സിസ്റ്റം എല്ലാം വെക്കൂലേ, അതേപോലെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഷാമില പാറയിൽ കരുവാന്റെ വളപ്പില് എല്ലാവരും വോട്ട് ചെയ്തതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാർ അറിയണു ഏതാ ജെൻഡർ എന്നുള്ളത്. പിന്നെ എന്താ പറയുക, കുട്ടികൾക്കാർക്കും അറിയില്ല, പിന്നെ മോം ടു ബിക്കും ഡാഡ് ടു ബിക്കും അറിയില്ല. പിന്നെ പക്ഷെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കളറ് കാണിക്കുന്നില്ല കേട്ടോ. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്, എല്ലാവരും അറിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി, എൻ്റെ ഒരു എന്താ പറയുക സമാധാനത്തിന് വേണ്ടി ഞാൻ അതിൽ കളറ് റിവീൽ ചെയ്തിട്ടില്ല. ഏതാ ജെൻഡർ എന്ന് ഞാൻ കാണിക്കുന്നില്ല. അതാ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത്. മാഷാല്ലാ നല്ല രസമുണ്ടായിരുന്നു പ്രോഗ്രാം. ഞാൻ ആദ്യമായിട്ട് ഒരു ജെൻഡർ റിവീൽ ഇങ്ങനെ ഒരു ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും ഇങ്ങനെ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേറൊരു വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ 2 ദിവസം, നമ്മൾ 2 ദിവസമാണ് ജബൽ അക്തറിൽ ഉണ്ടായിന്. 2 ദിവസം ഇങ്ങനെ വൈകുന്നേരം എല്ലാം ആകുമ്പോൾ സൺസെറ്റും അങ്ങനെയെല്ലാം കാണാൻ വേണ്ടി, പിന്നെ ഇങ്ങനെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാവില്ലേ, ആടെയെല്ലാം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കേനു പെരുന്നാളിന്. ഞാൻ 1-2 പ്രാവശ്യം മുന്നേ ജബൽ അക്തറിൽ പോയിന്, പക്ഷെ പെരുന്നാളിൻ്റെ ടൈമിൽ ആദ്യമായിട്ടാണ്. പെരുന്നാളിൻ്റെ ടൈമിൽ ഭയങ്കര തിരക്കാട്ടാ. നമ്മളെ നാട്ടിലെല്ലാം ചില ഇങ്ങനെ വ്യൂ പോയിൻറ്റ്സിലെല്ലാം കാണുന്ന തിരക്കില്ലേ, അതേപോലെ തന്നെ. പക്ഷെ നല്ല രസമാണ്. കാര്യം ചൂട് സമയത്തെല്ലാം പോകാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇങ്ങനെ ഫയർ വർക്കെല്ലാം ഇല്ലേ, അതെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. രാത്രി ഇങ്ങനെ വെറുതെ നടക്കാനെല്ലാം അടിപൊളിയാണ്. അങ്ങനെ പെരുന്നാളിൻ്റെ സ്റ്റേക്കേഷനെല്ലാം കഴിഞ്ഞ് ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബുധനും വ്യാഴവും കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ റിസോർട്ടെല്ലാം ചെക്ക് ഔട്ട് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ്, എല്ലാവരും റിസോർട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എല്ലാവരോടും അവിടെ തന്നെ യാത്ര പറയാൻ പറ്റി. അവരെല്ലാം റൂമിലേക്ക് തിരിച്ചു പോയി. നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലേക്ക് വരലാം. പിന്നെ എന്താ പറയുക, മസ്കറ്റ് എത്തിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് മസ്കറ്റിലേക്ക് പോകാൻ. നമ്മളിതിപ്പോൾ നിസ്വ ലുലുവിലൊന്ന് കയറിയതാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റെല്ലാം റിസോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ലുലുവിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവിടുന്ന് തന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉച്ചക്കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ച്. കാരണം നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും കയറാനൊരു മൂഡില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ഷവർമ പോലത്തെ ഒരു റോള് വാങ്ങി. പിന്നെ നമുക്ക് വേണ്ടി 2 ടൈപ്പ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിളും അങ്ങനെ എഗ്ഗും, അങ്ങനെ 2 ടൈപ്പ് വാങ്ങി. പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു സംഭവം കൂടി വാങ്ങിനി, ബോൺലെസ്. വണ്ടിയിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ ഇങ്ങനെ ബോൺലെസ് വാങ്ങിയാൽ ഈസി ആയിരിക്കും. പിന്നെ കട്ട് ഫ്രൂട്ട്സ് വാങ്ങി. അങ്ങനെ പിന്നെ വേറെ കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല. പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ ചോക്ലേറ്റ്സ് ഉണ്ടാവില്ല, ചോക്ലേറ്റ്സിലെ ക്യാൻഡി പോലത്തെ സംഭവമില്ലേ, ആലുവിന് ഇന്നുവിനെല്ലാം ഫ്ലൈറ്റിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി, അങ്ങനെ 1-2 കൂടി വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ പണ്ടെല്ലാണെങ്കിൽ ഇവർ ചെറുതിലാണെങ്കിൽ ഞാനിങ്ങനെ എയർപോർട്ടിൽ പോകുമ്പോൾ കുറച്ചധികം ലേസും അതും ഇതെല്ലാം വാങ്ങലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇവർക്ക് വലിയ കുഴപ്പമില്ല, എന്തെങ്കിലും 1-2 ടൈപ്പ് മതി. ബോറടിക്കുന്നുണ്ട് അവരെ ഇങ്ങനെ അതിന് വാശി പിടിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെങ്കിൽ അതുണ്ടാകുമ്പോൾ കുട്ടിക്ക് നല്ലതല്ലേ, എന്തെങ്കിലും ഒരു ക്യാൻഡി പോലത്തെ സംഭവം ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ നേരെ മസ്കറ്റിലോട്ട് എത്തി. മസ്കറ്റിൽ എത്തുമ്പോഴത്തേക്ക് രാത്രി 9:30 ഫ്ലൈറ്റ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് 5 മണിയോളമായിന്. പിന്നെ എൻ്റെ ഇക്കാക്ക ഉണ്ട് മസ്കറ്റിൽ, ഇക്കാക്കാനെ മീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഒരുമിച്ച് ചായ എല്ലാം കുടിച്ച്, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിതാ നേരെ എയർപോർട്ടിലേക്ക് പോകലാം. എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കിന് കറക്റ്റ് ടൈമായിനെ. നമ്മൾ വിചാരിച്ച് കുറേ ടൈം ഉണ്ടാവുമല്ലോ എന്നെല്ലാം വിചാരിച്ചിനേനു. പക്ഷെ അങ്ങനെ കൂടുതൽ ടൈമൊന്നും ഇല്ലേനു. കറക്റ്റ് ടൈമേനു ഉള്ളിലേക്ക് കയറേണ്ട, ലൈക്ക് ചെക്കിങ് ചെയ്ത് കയറേണ്ട ടൈം തന്നെ കറക്റ്റ് ആയിരുന്നു. എക്സ്ട്രാ വെറുതെ ഇരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഞാൻ ഇവരെ
മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം റിസോർട്ടിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ കുളിച്ചപാടായിട്ട് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ലേനു. ഞാൻ വിചാരിച്ചു വാഷ്റൂമിൽ നിന്ന് കെട്ടിക്കൊടുക്കാന്നേനു വിചാരിച്ചിന് എയർപോർട്ടിൻ്റെ. പക്ഷേ ഇവർ ഇങ്ങനെ മുടി കെട്ടാണ്ട് എയർപോർട്ടിലേക്ക് കയറുന്നില്ല, ഇവിടുന്ന് തന്നെ കെട്ടണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ കെട്ടിക്കൊടുക്കല. അങ്ങനെ അവർ സെറ്റായി. ഞാൻ അധികം ഇങ്ങനെ ചെയ്യലെങ്കിലും പോകുമ്പോൾ മുടി നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കെട്ടലില്ല, ഭയങ്കര ഇടങ്ങാറാവില്ലേ. അങ്ങനെ ഇതാ നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ബോർഡിങ് പാസിന് വേണ്ടിയിട്ടുള്ള. പിന്നെ അങ്കൊന്ന് സെറ്റ് ആവാനുണ്ടായിരുന്നു. പിന്നെ ഒന്ന് വാഷ്റൂമിലെല്ലാം പോയിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച് ഞാൻ മുഖലൊന്ന് കഴുകി. നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടില്ലേ, നമ്മൾക്ക് ഞാൻ ഡ്രസ്സെല്ലാം സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടേനു വന്നിട്ടുണ്ടായിന്. കാരണം നമ്മൾ തിരിച്ചു പോകുമ്പം റിസോർട്ടിൽ വന്നിട്ട് പോകുന്നതുകൊണ്ട് എയർപോർട്ടിലേക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം മാറ്റി വെച്ചിട്ടേനു ഉണ്ടായിന്. കാരണം എന്തെങ്കിലും ഒന്ന് മറന്നു പോയാൽ നമ്മൾ ലഗേജ് മൊത്തത്തിൽ തുറക്കേണ്ടി വരും. അങ്ങനെ ഇവർക്ക് രണ്ടാക്കും കംഫർട്ടായിട്ടുള്ള ടൈപ്പ് ഡ്രസ്സും എനിക്കും കംഫർട്ടായിട്ടുള്ള ടൈപ്പ് ഡ്രസ്സ് അതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് വരാൻ. പിന്നെ ബാഗിൽ അത്യാവശ്യമുള്ള സാധനത്തിൽ 1-2 കുറവുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ വലിയ ബാഗൊന്നും എടുക്കുന്ന ആണല്ല, എനിക്ക് കുഞ്ഞു ബാഗാണ് ഇഷ്ടം. പക്ഷേ എല്ലാ സാധനങ്ങളും വേണം, അത് നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങാറായിട്ട് തോന്നലുണ്ട്. എല്ലാം വേണമെങ്കിൽ വലിയ ബാഗ് എടുക്കണം. പക്ഷെ എനിക്ക് വലിയ ബാഗെല്ലാം, ടോട്ട് ബാഗ് പോലത്തെ ബാഗെല്ലാം എടുത്ത് നടക്കാൻ കുറച്ച് പണിയാണ്. പിന്നെ പെർഫ്യൂമെല്ലാം ചെറിയ ബോട്ടിൽ പെർഫ്യൂം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹിജാബെല്ലാം ചുറ്റി ഒന്ന് റെഡിയായി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പോലെ. പിന്നെ വെയിറ്റൊന്നും ഓവർ വെയിറ്റ് ഒന്നും ഇല്ലേനു. നമ്മളിങ്ങനെ കറക്റ്റ് പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിന്. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് കുറച്ച് വെയിറ്റ് കൂടിയിട്ടെല്ലാം പണിയാവലുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഒരു അരമണിക്കൂർ ഇരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നാട്ടിൽ വീഡിയോ കോൾ ചെയ്യല. പിന്നെന്നാ അമ്മിനിക്കാക്കാനോട് ഇങ്ങനെ കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിരുന്ന് അപ്പോഴേക്ക് തന്നെ സമയമായിന് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചിനേനു എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഇങ്ങനെ പോകുമ്പോൾ എന്നെല്ലാം. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെയുള്ളൊരു ചിന്തയോ സങ്കടമോ ഒന്നും ഇല്ലേനു കേട്ടോ. കുറേ ആൾ ചോദിക്കുന്നുണ്ടേനു മാറ്റം ഫീൽ തോന്നുന്നുണ്ടോ എന്നെല്ലാം. അങ്ങനെയൊന്നും ഇല്ലേനു. ഞാനങ്ങനെ ഓർമ്മിച്ചിട്ട് തന്നെ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങളെ കമൻസെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടിയും ആ ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിലേക്ക് കയറല. ഇക്കാക്കനോട് ടാറ്റയെല്ലാം പറഞ്ഞിട്ട് പോയി. പിന്നെന്നാ അപ്പം അത്രയെല്ലാം തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ സ്റ്റോറിലൊന്ന് കയറാനുണ്ടായിന്. കാരണം നമുക്ക് വെയിറ്റ് പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഒറ്റ ചോക്ലേറ്റ് ഒന്നും വാങ്ങിയിട്ടില്ലേനു. കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ടിക്കറ്റിൽ, എന്നാലും നമുക്ക് ചോക്ലേറ്റ് ഒന്നും വാങ്ങാനുള്ള സ്പേസ് ഇല്ലേനു. പിന്നെ അതുകൊണ്ട് നമ്മൾ ഒരു സിംഗിൾ പീസ് ചോക്ലേറ്റ് പോലും വാങ്ങിയിട്ടില്ല. പിന്നെ കാര്യമായിട്ട് ആർക്കും വേണ്ട, എന്നാലും നാട്ടിൽ കുട്ടികളുണ്ടല്ലോ അവർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ സ്റ്റോറിലൊന്ന് കയറി നോക്കിയതാണ്. പക്ഷേങ്കിൽ റേറ്റ് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. പിന്നെ വേറെ എന്നാ, ഞാനീ പറഞ്ഞ പോലെ നാട്ടിൽ പോയിട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ട ഒരു ടെൻഷൻ എന്നല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ടില്ലേനു. പിന്നെ ഇല്ലേ, ഇപ്രാവശ്യം ഫ്ലൈറ്റ് ഏകദേശം കുറേ കാലിയേന്. ഇങ്ങനെയും കാലിയായിട്ടുള്ള ഫ്ലൈറ്റിൽ ഞാൻ 1-2 പ്രാവശ്യം പോയിന്. പക്ഷെങ്കിൽ ഇപ്പം കുറേ കാലമായിട്ട് അധികവും ഫുള്ളായിട്ട് തന്നെ കാണില്ലേ. ഇപ്രാവശ്യം സെയിം അതേപോലെ തന്നെ കുറേ സീറ്റെല്ലാം കാലിയേനു. കാരണം ഫെയർ ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇന്നൂനും ആലൂനും വിൻഡോ സീറ്റും എല്ലാം കിട്ടീന്. അല്ലെങ്കിൽ ഇവരിങ്ങനെ അടിയാക്കും വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ബാക്കിലും മുന്നിലും എല്ലാം കുറേ കാലി സീറ്റ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ കിടന്നുറങ്ങാൻ വരെ പറ്റുവേനു. പിന്നെ ഇവർ കുറച്ച് ബുക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടേനെ, ഇങ്ങനെ കളർ ചെയ്യാനുള്ളതെല്ലാം. അങ്ങനെ അവർക്ക് നേരം കൂടും. പിന്നെ ഞാൻ സാധാരണ കയറിയപാടുന്ന അങ്ങനെ ഉറങ്ങല. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ഫുഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി നിന്നിട്ടില്ല. അല്ലെങ്കിൽ കയറിയപാടുന്ന അങ്ങനെ ഉറക്കം വരും, അങ്ങനെ ഉറങ്ങും അങ്ങനെ. പിന്നെ ഫുഡ് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് അങ്ങനെ. പിന്നെ ഞാനും മിന്നും ഇങ്ങനെ ഷെയർ ആക്കിയിട്ട് കഴിക്കല. ഇങ്ങനെ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് നേരം കൂടുന്ന അറിയൂലേ, അല്ലെങ്കിൽ ഭയങ്കര ബോറടിയായിരിക്കും. ഏറ്റവും ഇടക്ക് ഒരു യാത്രയായി ഫ്ലൈറ്റിൽ, എനിക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ അങ്ങനെ. പിന്നെ എനിക്ക് ഉറക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഉറക്ക് വരാത്തവരാണെങ്കിൽ പെട്ടുപോകും. പിന്നെ നമ്മൾ ചിക്കൻ നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മളിങ്ങനെ വേറെയും ഫുഡ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഷെയർ ആക്കിയിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ ഇപ്രാവശ്യം ഈ എബോള എന്ന് തന്നെയല്ലേ പറയാം, അങ്ങനെ ഒരു ടൈപ്പ് വൈറസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടേനു. അപ്പോൾ അതും ഇങ്ങനെ 4 ആളെയും ഫില്ല് ചെയ്യണേനു. അങ്ങനെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് അങ്ങനെ ഇരുന്ന്. സാധാരണ ഞാൻ എപ്പോഴും ഉറങ്ങുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഫുഡ് കഴിച്ച് പിന്നെ ഈ ഫോം ഫില്ല് ചെയ്യാൻ കുറച്ച് സമയം വേണം, അങ്ങനെ കുറച്ച് ടൈം എടുത്ത് പിന്നെ ബാക്കി സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ സമയമെല്ലാം പോയി. നമ്മളിതാ കണ്ണൂർ എയർപോർട്ടിലെത്തി. അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ ഞാൻ ഷെയർ ആക്കാം. ഇപ്പോൾ തന്നെ നല്ല ലോങ് ആയി. നാട്ടിൽ വന്നിട്ട് സ്കൂളിലേക്ക് ചേർക്കാൻ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ആക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ ബൈ.